ഹിന്ദി ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഹിന്ദി അല്പവും അറിയാത്തവരും മാത്രം ഈ വീഡിയോ കാണുക. ഹിന്ദിയിലെ ഏറ്റവും ചെറിയ 4 വാക്കുകളാണിവ. ഹേ, ഹെയിം, ഹൂം, ഹോ. ഇതിൻ്റെ മലയാളത്തിലെ അർത്ഥം എന്താണ്? ആകുന്നു, ഉണ്ട്. ഇവ സഹായക ക്രിയകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലെ 1ാമത്തെയും 3ാമത്തെയും വാക്കുകളായ ഹേയും ഹൂമും ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കുമ്പോഴാണ്. അതായത് നാമങ്ങളോ സർവനാമങ്ങളോ ഏകവചനമാകുമ്പോഴാണ്. അതേസമയം ഹേമും ഹോയും ഉപയോഗിക്കുന്നത് നാമമോ സർവനാമമോ ബഹുവചനമായിരിക്കുമ്പോഴാണ്. അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കുമ്പോഴാണ്. ഇനി നമുക്ക് ഇവയുടെ ഓരോ ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പം ഹേ വരുന്ന ഒരു ഉദാഹരണം പറയാം. യഹ് രാജു ഹെ, ഇവൻ രാജു ആകുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സഹായക ക്രിയ ഏതാണ്? ഹേ ആണ്. എന്തുകൊണ്ടാണ്? രാജു ഏകവചനമായതുകൊണ്ട്. ക്ലിയറായോ? ഇനി ഹെയിം എന്ന വാക്കെടുക്കാം. അതിനൊരു ഉദാഹരണമാണ് യേ ലഡ്കേ ഹെയിം. കണ്ടോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിൽ ഹേയുടെ കൂടെ മുകളിലൊരു കുത്തുകൂടി ഇട്ടു. അപ്പോൾ ഹെയിം എന്നാണ് വായിക്കേണ്ടത്. യേ ലഡ്കേ ഹെയിം. എന്തുകൊണ്ട് ഹെയിം ചേർത്തു? ലഡ്കേ ആൺകുട്ടികൾ, ബഹുവചനമാണ് അല്ലേ? യേ ലഡ്കേ ഹെയിം, ഇവർ ആൺകുട്ടികളാകുന്നു. ഇനി മെയിം എന്ന സർവനാമം പരിഗണിക്കാം. അതിനൊരു ഉദാഹരണം പറയാം. മെയിം സലിം ഹൂം, ഞാൻ സലീം ആകുന്നു. അപ്പോൾ മെയിം എന്ന സർവനാമമാണ് വരുന്നതെങ്കിൽ അവിടെ ഏത് സഹായക്രിയയാണ് ഉപയോഗിക്കേണ്ടത്? ഹൂം. അതിൻ്റെ അർത്ഥവും ആകുന്നു എന്ന് തന്നെയാണ്. ക്ലിയറായോ? ഇനി മറ്റൊരു സഹായക്രിയയാണ് ഹോ. അത് വരുന്ന ഒരു ഉദാഹരണം നോക്കാം. തും പാനി പീത്തേ ഹോ, നിങ്ങൾ വെള്ളം കുടിക്കുന്നു. അപ്പോൾ അവിടെ സർവനാമം തും വന്നതുകൊണ്ടാണ് ഏത് സഹായക്രിയ ഉപയോഗിച്ചിരിക്കുന്നത്? ഹോ എന്ന സഹായക്രിയ ഉപയോഗിച്ചിരിക്കുന്നത്. തും എന്ന സർവനാമം ബഹുവചന രൂപമാണെന്നറിയാമല്ലോ. അപ്പോൾ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, സബ്ജക്റ്റ് അതായത് നാമമോ സർവനാമമോ ഏകവചനമാണെങ്കിൽ ഹേ എന്നും, ഇനി നാമമോ സർവനാമമോ ബഹുവചനമാണെങ്കിൽ ഹെയിം എന്നും ഉപയോഗിക്കണം. ഇനി അതൊരു സാധാരണ റൂളാണ്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായി സബ്ജക്റ്റ് മെയിം ആണെങ്കിൽ ഹൂം എന്നാണ് ചേർക്കേണ്ടത്. തുമ്മാണെങ്കിലോ ഹോ എന്നാണ് ചേർക്കേണ്ടത്. ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുമല്ലോ. ഓക്കെ. ഇനി നിങ്ങൾക്കുള്ള ഒരു ഓർക്കാണ്. ചോദ്യം വായിക്കാം. 1 യഹ് രമേഷ് ഡാഷ്, 2 മെയിം രാജു ഡാഷ്, 3 ഹം റേഡിയോ സുൻ രഹേ ഡാഷ്, 4 തും നൗക്കർ ഡാഷ്, 5 ആപ് മാലിക് ഡാഷ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ശരിയായ സഹായക്രിയ എഴുതി ഈ വാക്യം പൂർത്തിയാക്കാനാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതൂ. ഈ വീഡിയോ കണ്ടവരിൽ എത്ര പേർ ഈ പാഠം നന്നായി മനസ്സിലാക്കിയെന്ന് നോക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഇത് ഷെയർ ചെയ്യുക. മറ്റൊരു പാഠവുമായി ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ, ഗുഡ് ബൈ.